റിവായത്തു മിറാമാർ ലിൽ അദീബിൽ മിസ്രി അൽ ആലമി നജീബ് മഹ്ഫൂദ്. നജീബ് മഹ്ഫൂദിൻ്റെ മനോഹരമായ ഒരു നോവലാണ് മിറാമർ. ബഹുകഥന രചനാ സമ്പ്രദായമനുസരിച്ച് നജീബ് മഹ്ഫൂദിൻ്റെ ശ്രദ്ധേയമായ ഒരു നോവൽ കൂടിയാണ് മിറാമർ. അറബിയിലെ ആദ്യ പോളിഫോണിക് നോവൽ. ഈജിപ്ഷ്യൻ വിപ്ലവാനന്തര സാമൂഹിക പരിസരങ്ങളെ അടയാളപ്പെടുത്തുന്ന ഈ നോവൽ അലക്സാണ്ട്രിയയിലെ മിറാമറിൽ ബഹേരിയ എന്ന പ്രവിശ്യയിൽ നിന്നും തനിക്കിഷ്ടമല്ലാത്ത ഒരു വൃദ്ധനെ വിവാഹം ചെയ്യാനുള്ള സാഹചര്യം ഒഴിവാക്കാനായി മാരിയാന എന്ന സ്ത്രീ നടത്തുന്ന ഒരു ഹോം സ്റ്റേയിലേക്ക് രക്ഷപ്പെട്ടു വന്ന മിടുക്കിയും ഗ്രാമീണ സുന്ദരിയുമായ സുഹറയുടെ കഥയാണ് വിവരിക്കുന്നത്. വ്യത്യസ്തരായ വ്യക്തികളുടെ കാഴ്ചപ്പാടിലൂടെ വിപ്ലവാനന്തര ഈജിപ്തിൻ്റെ കഥയും കഥാഖ്യാനങ്ങളുമാണ് മിറാമർ എന്ന ഈ നോവലിൽ നജീബ് മഹ്ഫൂദ് ആവിഷ്കരിക്കുന്നത്. നമുക്ക് നോവൽ വായിച്ചു പോകാം. ആമിർ വജ്ദി. അൽ ഇസ്കന്ദരിയത്തു അഖിറൻ. അൽ ഇസ്കന്ദരിയത്തു ഖത്റുൻ നദ നഫ്സത്തു സഹാബത്തിൽ ബൈള മഹബിത്തു ശുആഇൽ മഗ്സൂൽ ബിമാഇ സമാഇ വഖൽബി ദിക്റയാത്തിൽ മുബല്ലില ബിശ്ശഹദി വദ്ദുമൂ. അവസാനം ഇതാ അലക്സാണ്ട്രിയയിൽ എത്തിയിരിക്കുന്നു. അലക്സാണ്ട്രിയ ഒരു മഞ്ഞുതുള്ളിയാണ്. നഫ്സത്തു സഹാബത്തിൽ ബൈള, വെള്ള മേഘങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു കുസുമം. മഹബിത്തു ശുആഇൽ മഗ്സൂൽ ബിമാ ഇസ്സമാ, മഴവെള്ളത്തിൽ കുളിച്ചു നിൽക്കുന്ന സൂര്യപ്രകാശത്തിൽ പതിഞ്ഞ ഒരു സ്ഥലം. വഖൽബു ദിക്റയാത്തിൽ മുബല്ലില ബിശ്ശഹദി വദ്ദുമൂ, മധുരവും കണ്ണീരും കലർന്ന ഓർമ്മകൾ സ്പന്ദിക്കുന്ന ഹൃദയം. അൽ ഇമാറത്തു ദഹ്മത്തു ഷാഹിഖ തുതാലിഉക കവജ്ഹിൻ ഖദീമിൻ, പഴയ കൂറ്റൻ കെട്ടിടം ഇതാ വീണ്ടും മുന്നിൽ വന്നു നിൽക്കുന്നു. യസ്തഖിറു ഫീ ദാക്കിറതിക ഫഅൻത തഅരിഫുഹു വലാകിന്നഹു ലം യൻദുർ ഇലാ ലാ ഷൈഇൻ ഫീ മുബാലാത്ത് ഫലാ യഅരിഫുക. ഈ കെട്ടിടം മറക്കാനാവാത്ത വിധം എൻ്റെ ഓർമ്മകളിൽ പച്ച പിടിച്ച സ്ഥലമാണ്. വലാകിന്നഹു യൻദുർ ഇലാ ലാ ഷൈഇൻ ഫീ മുബാലാത്ത് ഫലാ യഅരിഫുക. പക്ഷേ പരിചയമില്ലാത്ത ഒരാളെന്ന മട്ടിലാണ് ഇപ്പോൾ ആ കെട്ടിടങ്ങൾ എന്നെ നോക്കുന്നത്. കലഹത്തിൽ ജുദ്രാനുൽ മുഖശറ മിൻ തൂലി മസ്തക്കന്നത് ബിഹർ റുത്തൂബ. അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടിയത് കാരണം ചുമരുകളിലെ ചായം ഇളകിത്തുടങ്ങിയിരിക്കുന്നു. വഅത്തല്ലത് ബിജിമാഇ ബുന്യാനിഹ അലൽ ലിസാനിൽ മഗ്റൂസ് ഫിൽ ബഹരിൽ അബിയദ്. മെഡിറ്ററേനിയൻ കടലിലേക്ക് പന്തലിച്ച് നിൽക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ കൂട്ടങ്ങൾ. യുജല്ലിലു ജനബാതിഹി അൻ നഖീലു വ അസ്ജാറുൽ ബലഹ്, അതിൻ്റെ ഓരങ്ങളിൽ മുന്തിരിയുടെയും അതിൻ്റെ ഓരങ്ങളിൽ ഈത്തപ്പനയുടെയും അക്കേഷ്യയുടെയും മരങ്ങൾ പന്തലിച്ച് നിൽക്കുന്നു. സുമ്മ യംതദ്ദു ത്വറഫുൻ ഖസിയുൻ ഹൈസു തുഫരിഖു ഫീൽ മവാസിമി ബനാദിഖ സ്വൈദ്. കെട്ടിടത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് വിനോദസഞ്ചാര സീസണുകളിൽ ഇടതടവില്ലാതെ കടൽക്കാക്കകളെ വെടിയിക്കുന്ന ശബ്ദം മുഴങ്ങാറുണ്ട്. വൽ ഹവാഉൽ മുൻഇഷ് അൽ ഖവിയ് യകാദു യഖൂലു ഖാമത്തി അൻ നഹീല അൽ മുഖവ്വസ. നല്ല തണുത്ത ഉന്മേഷവതിയായ ഇളം കാറ്റിനെ പോലും നേരിടാനാകാതെ ചൂളിപ്പോവുകയാണ് എൻ്റെ മെലിഞ്ഞ ഈ ശരീരം. വലാ മുഖാബമത്ത ജിദ്ദിയ കൽ അയ്യാമിൽ ഖാലിയ, മുമ്പത്തെ പോലെ ഇപ്പോൾ പിടിച്ചു നിൽക്കാനേ കഴിയുന്നില്ലല്ലോ. മരിയാന അസീസത്തി മരിയാന, പ്രിയപ്പെട്ട മരിയാന, അർജു അൻ തക്കൂനി ബിമഅഖലിക്കി താരീഖി,
പഴയ താവളത്തിൽ തന്നെ നിന്നെ വീണ്ടും കാണാനൊക്കുമല്ലോ. കല്ലന്നിവൽ മഅ്മൂൽ, പ്രതീക്ഷിച്ച പോലെ. വഇല്ല ഫഅലയ്യ വഅല ദുനിയായ സലാം, അല്ലാത്ത പക്ഷം എൻ്റെ കാര്യം കഷ്ടത്തിലായതു തന്നെ. ലം യബ്ക ഇല്ലൽ ഖലീൽ വദ്ദുന്യ തതകറർ ഫീ സൂറത്തിൻ ഗരീബത്തിൻ ലിൽ ഐനിൽ ഖലീലത്തിൽ മുളല്ലല ബി ഹാജിബിൻ അബിയല മുൻജരിദ ഷാർ. കാലം എത്ര വേഗമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നേർത്ത നരച്ച പുരികങ്ങൾക്ക് കീഴിലുള്ള കാഴ്ച മങ്ങിത്തുടങ്ങിയ കണ്ണുകൾക്ക് കാണുന്നത് പലതും ഉൾക്കൊള്ളാൻ തന്നെ കഴിയാതായിരിക്കുന്നു. ഹാ അന അർജിഉ ഇലൈക അഖീറൻ യാ ഇസ്കന്ദരിയ, അങ്ങനെ അവസാനം ഇതാ നിന്റെ അരികിലേക്ക് തന്നെ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുന്നു അലക്സാണ്ട്രിയ. ലഗത്തു അല ജറസി ഷക്ക ബിദ്ദൗരി റാബിയ, അപ്പാർട്ട്മെൻറ്റിൻ്റെ 4-ാം നിലയിലെത്തിയപ്പോൾ വാതിലിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ബെല്ലിൽ ഞാൻ അടിച്ചു. ഫുതിഹത്ത് ഷുറാഅത്തുൽ ബാബ്, കിളിവാതിൽ തുറന്നു വന്നു. ഫുതിഹത്ത് ഷുറാഅത്തുൽ ബാബ് അൻ വജിഹി മാരിയാന, അതാ മുന്നിൽ മാരിയാന വന്ന് നിൽക്കുന്നു. തഗയ്യറത്ത് കസീറൻ യാ അസീസത്തി, പ്രിയപ്പെട്ടവളെ നീ ആകെ മാറിപ്പോയല്ലോ. ബലം തഅരിഫ്നി ഫി തുർക്കത്തിൽ മുസ്ലിമ, മുൻവശത്ത് ഇരുളായതിനാൽ അവൾ എന്നെ തിരിച്ചറിഞ്ഞില്ല. അമ്മ ബിശ്റതുഹ അൽ ബൈദാ അൻ നാസിഅ വശഅറുഹ അദ്ദഹബി ഫഖദ് തവജ്ജഹ തഹത ലൗഇൻ യന്തശിറു മിൻ നാഫിദത്തിൻ ബിദ്ദാഖിൽ, പിറകുവശത്ത് തുറന്നു കിടക്കുന്ന ഏതോ ജനാലയിലൂടെ കടന്നു വരുന്ന വെളിച്ചത്തിൽ അവളുടെ മുഖവും സ്വർണ്ണമുടിയും തിളങ്ങുന്നത് കാണാം. ബെൻസിയുൻ മീറാമർ ഹോം സ്റ്റേ അല്ലേ? നാം യാ ഫിന്ദം, അതെ സർ. ഉരീദു ഹുജ്റ ഖാലിയ, ഒരു മുറി വേണമായിരുന്നു. അൽബാബു ഫുതിഹ, വാതിൽ തുറന്നു. ഇസ്തഖ്ബലനി തിംസാലുൽ അദ്റാഇൽ ബൻസ് അൽ ബ്രുൻസി, വെങ്കല രൂപത്തിലുള്ള ആ കന്യാമറയത്തിൻ്റെ രൂപം എന്നെ സ്വാഗതം ചെയ്തു. സമ്മത്ത റായിഹത്തുൻ മാ ലഅല്ലി അഫ്തഖിദുഹ അഹ്യാനൻ, പലപ്പോഴും വിടാതെ പിന്തുടർന്നിരുന്ന അതേ നിഗൂഢ ഗന്ധം അവിടമാകെ നിറഞ്ഞിരുന്നു. വഖഫ്ന നതബാദലു നദർ ത്വവീലത്തൻ റഷീഖത്തൻ അശ്ശഅറു ദഹബിയുൻ വസിഹത്തു ലാ ബഅസ ബിഹ വലാകിൻ ബിആഇലൽ ലഹരി അഹ്ദിദാബ്. ഞങ്ങൾ അല്പനേരം പരസ്പരം നോക്കി നിന്നു. നീണ്ടു മെലിഞ്ഞ ശരീരം, സ്വർണ്ണ നിറമുള്ള മുടി, മുതുകിൽ അല്പം കൂനുണ്ടെന്ന് തോന്നുമെങ്കിലും ആരോഗ്യവതി തന്നെയാണ് മരിയാന. വശഅറു മസ്ബൂഖുൻ ഹത്മൻ വൽയദുൽ മഅറൂഖത്തു വതജാഇദു സാവിയത്തയിൽ ഫം തശി ബിൽ അജ്സി വൽ കിബർ, തലമുടി ഡൈ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടാലറിയാം. കൈകളിൽ ഞരമ്പുകൾ പിടച്ചു നിൽക്കുന്നു. കവിളുകളിലെ ചുളിവുകൾ പ്രായാധിക്യത്തെയും ദൗർബല്യങ്ങളെയും വിളിച്ചോതും. ഇന്നക യാ അസീസത്തി ഫിൽ ഖാമിസ വസിത്തീൻ റഗ്മ അന്ന റൗഅത ലം തസ്ഹബ് മിൻക ജമീഅ അദിയാലിഹ, 65 വയസ്സെങ്കിലും ആയിട്ടുണ്ടാകുമല്ലേ പ്രിയപ്പെട്ടവളെ നിനക്ക്. എങ്കിലും പഴയ ആ സൗന്ദര്യത്തിന് വലിയ ഇടിവൊന്നും തട്ടിയിട്ടില്ല. എന്നാൽ നിനക്കെന്നെ ഓർമ്മയുണ്ടാകുമോ എന്നറിയില്ലല്ലോ. വലാക്കിൻ ഹൽ തതദക്കരീനനി, നിനക്കെന്നെ ഓർമ്മയുണ്ടോ? നളറത്ത് ബിഹിത്തിമാമിൻ തിജാരിയിൻ ബാദി അൽ അംർ, തുടക്കത്തിൽ ഒരു കൊമേഴ്സ്യൽ പർപ്പസിൽ അവൾ നോക്കി. വദഖഖത്തി നളർ സുമ്മ ഇഖ്തലജത് അൽ ഐനാനി സർഖാവാൻ ഹാ അൻത തതദക്കരീൻ വഹാ അന അസ്തരിദു വുജൂദി അല്ലായ. മരിയാന എന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ നീല കണ്ണുകളൊന്ന് തിളങ്ങി. ഹാ അൻത തതദക്കരീൻ, ഓ നിനക്കെന്നെ ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ. ഹാ അൻ അസ്തരിദു വുജൂദി അല്ലായ, അങ്ങനെ നഷ്ടപ്പെട്ട എന്നെ ഇതാ നിനക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഓ അൻത, ഓ നിങ്ങളോ? മദാം, അതെ മാഡം. തസാഫഹ്ന ബി ഹറാറ ഗലബഹ അൽ ഇൻഫിആൽ ഫഖഹ്ഖഹത് ളാഹികതൻ കനിസാഇൽ അൻഫുസി ഖഹ്ഖഹത് വഅതാഹത് ബിൽ വഖാരി ബിളർബത്തിൻ വാഹിദ
ഊഷ്മളതയോടെ ഞങ്ങൾ കൈപിടിച്ച് കുലുക്കി. അവൾ പൊട്ടിച്ചിരിച്ചു. അലക്സാണ്ട്രിയയിലെ അൻഫൂഷയിലുള്ള മീൻകാരി പെണ്ണുങ്ങളെപ്പോലെ അവൾ പൊട്ടിച്ചിരിച്ചു. യാ ഖബർ അബിയൽ ആമിർ ബിക്, വിശ്വസിക്കാനാവുന്നില്ലല്ലോ ആമിർ ബേക്ക്, ഉസ്താദ് ആമിർ, മിസ്റ്റർ ആമിർ. ജലസ്ന അല കനബത്തിൽ അബനൂസ് തഹ്തൽ അദ്റ വശബഹാന യതഖായലാനി ഫി സുജാജി സുവാനിൽ മക്തബിൽ ഖായിം ലിസീന. കന്യാമറിയത്തിൻ്റെ രൂപത്തിന് കീഴിൽ കിടന്നിരുന്ന ആ കരിമരത്തിൻ്റെ സോഫയിൽ ഞങ്ങൾ ഇരുന്നു. വശബഹാനായ തഖായലാനി ഫി സുജാജി സുവാനിൽ മക്തബിൽ ഖായിം ലിസീന. അലങ്കാരം എന്ന വണ്ണം ഹാളിൽ വെച്ചിരിക്കുന്ന പുസ്തക ഷെൽഫിൻ്റെ കണ്ണാടിയിൽ ഞങ്ങളുടെ രൂപം പ്രതിഫലിക്കുന്നത് കാണാമായിരുന്നു. നളർത്തു ഫിമാ ഹൗലി വഖുൽതു. ചുറ്റും നോക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, മദ്ഖൽ ബെൻസിയൂൻ ഹുവ ലം യതഗയ്യർ. ഹോം സ്റ്റേക്ക് ഒരു മാറ്റവുമില്ലല്ലോ. ഫഖാലത്ത് മുഹ്തജത്തൻ മുലവ്യഹത്തൻ ബിയദിഹ ബിഫഖാരിൻ. എന്നാൽ അവളെ വാദിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടെ പറഞ്ഞു, ബൽ തജദ്ദദ വത്തുലിയ മറാത്തിൻ വഇൻദക അഷ്യാ ജദീദ കന്നജഫ വൽ ബാസിഫാൻ വറാദിയു. ഒരുപാട് മാറ്റമുണ്ട്, എത്രയോ തവണ പുതുക്കിയിരിക്കുന്നു. ഈ മനോഹരമായ വിളക്ക്, തിരശീല, റേഡിയോ, അങ്ങനെ കുറേ പുതുമകൾ നിനക്കിവിടെ കാണാൻ കഴിയും. ഇന്നി സഈദുൻ യാ മരിയാന. മരിയാന, നിന്നെ ഇവിടെ കണ്ടതിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ്. അശ്ശുക്രു ലില്ലാഹി അല അന്നക്കി ഫി സിഹത്തിൻ ജയ്യിദ. നിനക്ക് സുഖമാണെന്ന് കാണുമ്പോൾ പടച്ചവനി നന്ദി പറയാൻ തോന്നുന്നു. വാൻത ഐലൻ യാ മിസു ആമിർ അൽ മസുൽ ഖശബ്. നിങ്ങളും നന്നായിരിക്കുകയാണ് മിസ്റ്റർ ആമിർ. ടച്ച് വുഡ്, കണ്ണു തട്ടാതിരിക്കട്ടെ. ഐന്ദി അൽ മുസ്രാനിൽ ഖലീൽ വൽ ബ്രുസ്താത്ത നഹ്മദുഹു അല ഐ ഹാൽ. ഓ, എനിക്കത്ര സുഖമൊന്നുമില്ല. കുടൽ വീക്കവും പ്രൊസ്റ്റേറ്റ് പ്രശ്നവുമുണ്ട്. ഏതായാലും ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അതജിഉ ബഅദ സവാലി സൈഫ്. നിങ്ങളെന്താ ഈ സമയം ഇവിടെ വന്നത്? സീസൺ കഴിഞ്ഞില്ലേ? ഖുൽതു ബിഹിത്തിമാമിൻ ബൽ ജിഅ്തു ലിൽ ഇഖാമ മതാ തലാഖീന ആഖിറ മറ. ഞാനിവിടെ താമസിക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ അവസാനമായി കണ്ടിട്ട് എത്ര കാലമായിട്ടുണ്ടാകുമല്ലേ? മുൻദു ഖുൽതു ലിൽ ഇഖാമ. അതിപ്പോ അല്ല, നിങ്ങളെന്താ പറഞ്ഞത്? ഇവിടെ താമസിക്കാനാണ് വന്നതെന്നോ? നഅം യാ അസീസത്തി റഅയ്തുക ആഖിറ മറ മുൻദു ഹവാലി 20 ആമൻ. അതേ പ്രിയപ്പെട്ടവളെ, ഞാൻ നിന്നെ അവസാനമായി കണ്ടിട്ട് 20 വർഷമായിട്ടുണ്ടാകും. വഖ്തഫൈത ത്വീലത ദാലിക്കൽ ഉംർ. ശരിയാണ്, ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾ ഒരിക്കൽ പോലും എന്നെ കാണാൻ വന്നില്ലല്ലോ. അൽ അമൽ വൽ ഹുമൂം. ജോലി തിരക്കല്ലേ, ജീവിതഭാരങ്ങൾ വേറെയും. ഉറാഹിൻ അല അന്നക സുർത്തൽ ഇസ്കന്ദരിയ മറാത്തിൻ വ മറാത്തിൻ ഫി തിൽക്കൽ അവാം. പക്ഷേ ഈ കാലത്തിനിടയിൽ നിങ്ങൾ പലതവണ അലക്സാണ്ട്രിയയിൽ വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ ബെറ്റ് വെക്കാം. അഹ്യാനൻ വലാക്കിന്ന വത്അത്തൽ അമലി കാനത്ത് ശദീദ വഅൻത തദ്രി ബിസ്സഹാഫ. ഒരുപക്ഷെ വന്നിട്ടുണ്ടാകാം, പക്ഷേ ഞാൻ നല്ല തിരക്കിലായിരുന്നു. ജോലിയുടെ സമ്മർദ്ദം, ഒരു പത്രപ്രവർത്തകൻ്റെ തിരക്ക് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. വഅരിഫ് ഐലൻ ജുഹൂദ റിജാൽ. ഈ ആണുങ്ങളുടെ എത്ര നന്ദി കെട്ടവരാണെന്നും എനിക്കറിയാം. മരിയാന യാ അസീസ അൻതിൽ ഇസ്കന്ദരിയ. മരിയാന, പ്രിയപ്പെട്ടവളെ, എന്നെ സംബന്ധിച്ച് നീ തന്നെയാണ് അലക്സാണ്ട്രിയ. തസവ്വജ്ത ത്വബഅൻ. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടാകുമല്ലേ? കല്ലാ ബഅദ്. ഇല്ല, ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. തസാഅൽതു മുഖഹഖിഹത്തൻ. മരിയാന പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, വമതാ തതിമു നിയ്യ വതുഖദ്ദിം ഔ തഖ്ദീം. ഇനി എപ്പോഴാണ് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നത്? ഖുൽതു ബിനിബ്രത്തിൻ ലം തഖ്ലു മിൻ ഇംതിആലിൻ.
അല്പം നീരസത്തോടുകൂടെ ഞാൻ പറഞ്ഞു, ലാ സിവാജ് ലാ ബിന യഅ്തസൽതുൽ അമൽ ഇൻതഹൈതു യാ മരിയാന. വിവാഹം കഴിച്ചിട്ടില്ല, കുട്ടികളുമില്ല, ജോലിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു, എൻ്റെ കാലം കഴിഞ്ഞു മരിയാന. ശജ്ജഅത്നി ബിഹറകത്തിൻ മിൻ യദിഹ ഫവാസൽതു ഖായിലൻ. അവൾ എന്നെ സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ സംസാരം തുടർന്നു. عند ذاك نادتني الإسكندرية مسقط رأسي ولما لم يكن لي فيها من قريب حي فقد قصدت الصديق الباقي لي في دنياي. അപ്പോഴാണ് അലക്സാണ്ട്രിയ എന്നെ മാടി വിളിച്ചത്. ഞാൻ പിറന്നു വീണ മണ്ണല്ലേ, പക്ഷേ എനിക്കിവിടെ ബന്ധുക്കളാരുമില്ല. ഫഖദ് ഖസത്തു സ്വദീഖൽ ബാക്കി ലി ഫി ദുനിയായ. അപ്പോൾ ഈ ലോകത്ത് ആകെ അവശേഷിക്കുന്ന ഒരേ ഒരു സുഹൃത്തിനെ തേടിയാണ് ഞാനിവിടെ എത്തിയത്. ജമീൽ അൻ യജിദൽ ഇൻസാനു സ്വദീഖൻ യുഖാസിമുഹു വഹദതഹു. ഏകാന്തത പങ്കിടാനൊരു സുഹൃത്തിനെ ലഭിക്കുന്നത് എത്ര നല്ല കാര്യമാണ്. അത്തദ്കുരീന അയ്യാമ സമാൻ. പഴയ ആ ദിനങ്ങൾ ഓർമ്മയുണ്ടോ നിനക്ക്? കാലത്ത് ബിസൗത്തിൻ മഅ്സാവിയിൻ. അവൾ ഒരു ദുരന്ത ശബ്ദത്തിൽ പറഞ്ഞു, ദഹബത് ബികുല്ലി ജമീൽ. എല്ലാം കഴിഞ്ഞില്ലേ? സുമ്മ ഫി ശബഹി ഗംഗമ. പിന്നീട് വിഷാദ സ്വരത്തിൽ അവൾ പറഞ്ഞു, വലാക്കിൻ അലൈന അൻ നഈഷ്. പക്ഷേ ബാക്കിയുള്ള ആയുസ് കൂടി നമുക്ക് ജീവിച്ച് തീർത്തല്ലേ പറ്റൂ. വജാ വഖ്തുൽ ഹിസാബി വൽ മുസാവമ. ഹോം സ്റ്റേയിൽ താമസിക്കുന്നതിനുള്ള വാടക തീരുമാനിക്കുന്ന സമയമായി. കാലത്ത് ഇന്നഹു ലം യഉദ് ലഹാ മിൻ മൗരിദിൻ ഇല്ലൽ ബൻസിയൂൻ. മരിയാനയ്ക്ക് ആകെയുള്ള വരുമാന മാർഗമാണ് ഈ ഹോം സ്റ്റേ. വൽദാലിക ഫഹിയ തുറഹിബു ബിനുസലാഇ ഫസ്ലി ശിത്ത വലൗ കാനൂ മിന ത്വലബത്തിൽ മുസ്ഇജീൻ. ബഹളക്കാരായ വിദ്യാർത്ഥികളാണെങ്കിൽ പോലും ശൈത്യകാലത്തും അന്തേവാസികളെ സ്വാഗതം ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അവൾക്ക്. വഫി സബീലി ദാലിക തസ്തഈനു ബിസ്സമാസിറ വബഅദു ഖദമിൽ ഫനാദിഖ്. അതിനു തന്നെ ഇടനിലക്കാരുടെയും ബ്രോക്കർമാരുടെയും ഹോട്ടലുകളിലെ വെയിറ്റർമാരുടെയും ഒക്കെ സഹായം കൂടിയേ തീരൂ. റദ്ദദത് ദാലിക ബിഹുസ്നി അസീസി ഖൗമിൻ ദല്ല. വലിയ വിഷമത്തോടെയാണ് മാരിയാന ഇതൊക്കെ പറഞ്ഞത്. വഖ്താറത് ലി അൽ ഹുജ്റ റഖം 6 ഫിൽ ജനാഹിൽ ബഈദ് അനിൽ ബഹർ. കടലിന് അഭിമുഖമായ ഭാഗത്തു നിന്നും ദൂരെയുള്ള 6-ാം നമ്പർ മുറിയാണ് എനിക്ക് കിട്ടിയത്. വത്തഫഖ്ന അല ഉജ്റത്തിൻ മഅഖൂല തസ്ലുഹു ലിശുഹൂരിൽ ആം അദാ ഫസ്ലുസ് സൈഫ്. ന്യായമായ വാടകയേ ഉള്ളൂ. എന്നാൽ വേനൽക്കാലത്ത് സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നീട് താമസിക്കണമെങ്കിൽ അപ്പോഴത്തെ വാടക കൂടുതൽ നൽകേണ്ടി വരും. വത്തഫഖ്ന അല ഉജ്റത്തിൻ മഅഖൂല. മാന്യമായ വാടക മാത്രമേ ഉള്ളൂ. തസ്ലുഹു ലിശുഹൂരിൽ ആം അദാ ഫസ്ലുസ് സൈഫ് അലാ യകൂന ലി ഹഖുൽ ഇസ്തിംറാർ ഫിൽ ഇഖാമ സൈഫൻ ഇദാ ദഫഅതു ഉജ്റത്തൽ മുസയ്യിഫീൻ. എന്നാൽ വേനൽക്കാലത്ത് സീസൺ ആയി കഴിഞ്ഞാൽ പിന്നീട് താമസിക്കണമെങ്കിൽ അപ്പോഴത്തെ ആ സീസണിലെ വാടക കൂടുതലായിട്ട് നൽകേണ്ടി വരും. തമ്മൽ ഇത്തിഫാഖ് അലാ കുല്ലി ഷൈഇൻ ബിമാ ഫീഹിൽ ഫതൂറുൽ ഇജ്ബാരി. വാടക സംബന്ധമായ കാര്യങ്ങളിലൊക്കെ തീരുമാനമായി. ബ്രേക്ക്ഫാസ്റ്റ് സൗജന്യമായിരിക്കും. വാസ്ബത്തത്തിൽ മദാം അന്നഹ തസ്തതിഉ ഫിൽ വഖ്തിൽ മുനാസിബ് അൻ തസ്തൻഖിദ ഖൽബഹ മിന ദിക്റയാത്ത് ലിതുഹ്സിനൽ മുസാവമ വത്തദ്ബീർ. പഴയ ഓർമ്മകളുടെ ഭാരമൊന്നുമില്ലാതെ വിലപേശുന്നതിൽ താൻ ഒട്ടും മോശക്കാരിയല്ലെന്ന് മാഡം വീണ്ടും തെളിയിച്ചിരിക്കുന്നു. വസഅലത്തിനി അൻ ഹഖായിബി. എൻ്റെ ബാഗുകളൊന്നും കാണാനില്ലല്ലോ എന്ന് അവൾ ചോദിച്ചു. ഫഅജബ്തു ബിഅന്നഹ ഫി അമാനാത്തിൽ മഹത്വ. അതൊക്കെ റെയിൽവേ സ്റ്റേഷനിലെ കൗണ്ടറിൽ വെച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ മാരിയാന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഫഖാലത്തു ലാഹിഖത്തൻ ലം തകുൻ മുതഅക്കിദൻ മിൻ വുജൂദി മാരിയാന. മാരിയാനയെ കാണാനാകുമെന്ന് ഉറപ്പില്ലായിരുന്നുവല്ലേ? സുമ വാസലത്ത് ബിഹമാസിൻ ലിതകുനിൽ ഇഖാമ ദായിമൻ. പക്ഷേ പിന്നീട് അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, എന്തായാലും നിങ്ങൾക്കിവിടെ എത്ര കാലം വേണമെങ്കിലും കഴിയാം.
ഫനളർതു ഇലാ യദയ്യ അല്ലത്തി ദക്കറത്തിനി ബിയദി മൂമിയ ഫിൽ മത്ഹഫിൽ മിസ്രി. ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലിരിക്കുന്ന മമ്മികളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള എൻ്റെ കൈകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. ഇൻഷാ അല്ലാ ബാക്കി അടുത്ത വോയിസിൽ പറയാം. അസ്സലാമു അലൈക്കും.